ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രേമമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാമേ. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ ഒത്തിരി നീട്ടി വലിച്ച് പറയുന്നില്ല. ഇനി നമ്മൾ വൈകിട്ട് പ്രേമോ ഇടുമ്പോൾ കുറച്ച് ചുരുക്കിയായിരിക്കും പറയുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ വൈകിട്ടത്തെ പ്രേമോയും രാവിലത്തെ ഫുൾ വിശേഷവും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രേമോ എന്ന് പറയുമ്പോൾ രാവിലെ വരാനിരിക്കുന്ന വിശേഷം തന്നെയാണല്ലോ ഈ ചെറിയ രീതിയിൽ പറയുന്നത്. പക്ഷേ ഞാൻ പറയുമ്പം എല്ലാം അങ്ങ് പറഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി ഞാൻ ചുരുക്കത്തിൽ നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു 8 മിനിറ്റ് 9 മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർത്തോളാം കേട്ടോ. അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ സച്ചിയാണ് കിടന്നുറങ്ങുന്നത് രേവതിയാണെന്ന് ഓർത്താണ് ഗജാനന്ദൻ വരുന്നത് കേട്ടോ. അങ്ങനെ ഗജാനന്ദനും ഗുണ്ടകളും കൂടെ പെരയ്ക്കകത്ത് കയറി വന്നിട്ട് ഒരു നിപ്പുണ്ട്. ആ ഒരു നിപ്പ് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗജാനന്ദൻ പതിയെ കുനിഞ്ഞിട്ട്, എടി രേവതി, നിന്നെ ഇന്ന് ഞാൻ പൊക്കി കൊണ്ടുപോകുന്നുണ്ടടി, ഞങ്ങളുടെ ഗോഡൗണിൽ ഇട്ടിട്ട് നിന്നെ ശരിയാക്കുന്നുണ്ടടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പോതെ പതുക്കെ പൊക്കിയതും കാലുമേലെ ഈ കിടക്കുമ്പോൾ കാലിൻ്റെ പൊക്കത്ത് കാല് കയറ്റി വെക്കില്ലേ, അങ്ങനെ കാലിൻ്റെ പൊക്കത്ത് കാലൊക്കെ കയറ്റി വെച്ചിട്ട് സച്ചി എന്നിങ്ങനെ കാണിച്ചു. ഇങ്ങനെ കാണിച്ചോണ്ടേ പെട്ടെന്ന് ഗജാനന്ദൻ ഞെട്ടിപ്പോയി. ഗജാനന്ദനെ നീ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ എന്നോ? ഞാൻ അങ്ങനെയല്ലല്ലോ, ഇങ്ങോട്ടല്ലല്ലോ ചോദിക്കേണ്ടത്, ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്. അതേ ഗജാനന്ദ, നീ എന്താ ഇവിടെ? നിനക്ക് കിട്ടിയതൊന്നും പോരേടാന്ന് ചോദിച്ചപ്പം നീ എന്താ ഇവിടെ? അതെ, എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ കാണും, അതിനിപ്പോൾ നിനക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതെ, ഇപ്പം നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പം എടാ നീയപ്പം ഞാൻ വരുന്നു നീ എങ്ങനെയാടാ അറിഞ്ഞതെന്ന് ചോദിച്ചപ്പം ഞാനേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഗജാനന്ദ, നിന്റെ അടവൊന്നും എൻ്റെ അടുത്ത് പറ്റൂല. എനിക്കറിയായിരുന്നു നിന്റെ കൂടെയുള്ള കുറച്ച് ഗുണ്ടകൾ ഇതിലെ ചുറ്റിപ്പറ്റി നടന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി നീ ഇവിടെ വരുന്നു. അങ്ങനെ വിട്ടാൽ ശരിയാവോ? ഒരിക്കലും ശരിയാവില്ലല്ലോ. അതുകൊണ്ടാടാ ഞാൻ ഇവിടെ വന്നത് എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഒരു എണീക്കൽ ഇങ്ങനെ പെട്ടെന്ന് എണീറ്റതും ഗജാനന്ദൻ കയറി അങ്ങ് സച്ചിനെ പിടിച്ചിട്ട് എടാ നിന്നെ ഉണ്ടല്ലോടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഒരൊറ്റ ഇടി കൊടുത്തില്ല. വയറ്റിനിട്ട് നോക്കി ഒരൊറ്റ ഇടി കൊടുത്തു. ആ ഇടിയിൽ ഗജാനന്ദൻ തെറിച്ചു പോയി വീണു. പിന്നെ ഗുണ്ടകളായിരുന്നു, പിന്നെ കുറേ നേരം ഫൈറ്റായിരുന്നു. ഈ ഫൈറ്റും ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും അതുപോലെ ലക്ഷ്മിയും അങ്ങനെ ദേവും ശരത്തും ഒക്കെ എണീറ്റ് ഓടി വന്നപ്പോൾ ഇവിടെ മൊത്തം ആകെ സീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീന്. അടുത്തുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഓടിക്കൂടി കേട്ടോ. കാരണം ഈ അടി ഹാളിൽ നിന്ന് നേരെ തിണ്ണയിൽ നിന്ന് നേരെ മുറ്റത്തേക്കായി. അപ്പോൾ ആ മുറ്റത്ത് ഇറങ്ങി ഓടൂല, ഈ അടി കിട്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇറങ്ങി ഓടൂല. അങ്ങനെ ഓടി സച്ചി ചെന്ന് പിടിച്ച് മൂക്കാമണ്ടയൊക്കെ ഇട്ട് അടിച്ചു പൊട്ടിച്ച് കൊടുത്ത് അങ്ങനെ നമ്മുടെ ഗജാനന്ദൻ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്തുള്ള അയലോക്കക്കാർ കുറച്ച് പേരുണ്ട്, രേവതിയുണ്ട്, പിന്നെ ലക്ഷ്മിയുണ്ട്, ദേവുണ്ട്, ശരത്തൊക്കെയുണ്ട്. അങ്ങനെ ഗജാനന്ദനെ പിടിച്ചിട്ട് കണ്ടില്ലേ, ഇവൻ വന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ. അപ്പൊ പെട്ടെന്ന് രേവതി അങ്ങ് ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ അയലത്ത് നിന്ന് ആൾക്കാരെല്ലാം പറഞ്ഞു അവനിട്ട് 2 കൊടുക്കുക ചെയ്യേണ്ടത്, വൃത്തികെട്ടവന്. അവന് കൊള്ള പലിശ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്, അത് പോരാഞ്ഞിട്ട് മുതലും കൊള്ള പലിശയും ഒക്കെ മേടിച്ച് മറ്റുള്ളവരുടെ സാമ്പത്തികം ഒന്നും അറിയാതെ ഇവൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. പോരാഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളുടെ വീടുകളൊക്കെ കയറി ഇറങ്ങാൻ നിനക്ക് നാണമില്ലടാ. സച്ചി മോനെ കൊടുക്കടാ, അവനിട്ട് ഒരെണ്ണം കൂടെ കൊടുക്കടാ, അവനെ കൊണ്ട് കൊന്നു കളഞ്ഞേക്കടാ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും രേവതി സച്ചിനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു ഒത്തിരി ഒന്നും ചെയ്യണ്ട, വിട്ടേരെ, പൊക്കോട്ടെ, വേണ്ട, ഇനിയിപ്പം എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി തന്നെ ഇടപെട്ട് അങ്ങ് വിട്ടു. ഗജാനന്ദനെ അങ്ങ് വിട്ടയച്ചു. ഗജാനന്ദൻ നാണം കെട്ട് വെളുത്താട്ടോ അവിടെ നിന്ന് പോകുന്നത്. ഇപ്പം എത്രാമത്തെ പ്രാവശ്യം നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നതെന്ന് അറിയാലോ. അങ്ങനെ ഏതായാലും നമ്മുടെ ഗജാനന്ദൻ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ സച്ചി അങ്ങ് ഹീറോ ആയില്ലേ. രേവതിയുടെ മുമ്പിലും ലക്ഷ്മിയുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ നമ്മുടെ സച്ചി വൻ ഹീറോ ആയി. അങ്ങനെ നാട്ടുകാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു മരുമകനെ കിട്ടാൻ എത്ര പുണ്യം ചെയ്തിട്ടാ ലക്ഷ്മി, ഇതുപോലൊരു മരുമകനെ കിട്ടണമെങ്കിൽ രേവതി നീ ഭാഗ്യവതിയാടി, നീ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് നിനക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്. ഇതുപോലൊരു ഭർത്താവ് ഉള്ളപ്പോൾ നീ പേടിക്കാനേ ഇല്ല. ഇതുപോലൊരു ആണ് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നോർത്ത് സച്ചിനെ അങ്ങ് വാരി കോരി അങ്ങോട്ട് പുകഴ്ത്തി വിടുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ലക്ഷ്മി രേവതിയോട് പറഞ്ഞു മോളെ എനിക്ക് തെറ്റുപറ്റിപ്പോയി മോളെ, എന്ത് ചെയ്യാനാ. ഏതായാലും ഇപ്പം അവനെ പറഞ്ഞു വിട്ടിരുന്നെങ്കിലേ നമ്മുടെ അവസ്ഥ എന്തായി തീർന്നേനെ. ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ ഭർത്താവിൻ്റെ വില.
എൻ്റെ ഭർത്താവ് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ അമ്മയ്ക്ക്? ആ മനസ്സിലായി മോളെ, എനിക്ക് മനസ്സിലായി. ഏതായാലും നന്നായി മോളെ, സച്ചിമോൻ ഇവിടെ ഉണ്ടായിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ മോൾ എവിടെയായിരുന്നേ? അവന്മാർ പൊക്കി പിടിച്ചോണ്ട് പോവില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ആ എല്ലാവരും പൊക്കും, ഇനി പേടിക്കാനൊന്നുമില്ല. ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊക്കെ പോയി കിടന്നോ, രാത്രി ആയില്ലേ, 1 മണിയൊക്കെ ആയതല്ലേ ഉള്ളൂ, എല്ലാവരും പോയി കിടക്ക, ഇനി ആരും പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ദേവും അയൽത്തുകാരൊക്കെ അങ്ങ് പോയി. പിന്നെ രേവതി മാത്രമേ ഉള്ളൂ. രേവതി പറഞ്ഞു, അല്ല നിങ്ങളെങ്ങനെയാ അറിഞ്ഞത്? നിങ്ങൾ സത്യത്തിൽ ഇവിടെ കിടക്കാൻ കാരണം ഗജാനന്ദൻ വരുന്നുവല്ലോ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? അതൊക്കെ ഈ സച്ചി അറിയുന്നേ. ഈ സച്ചിനെ കുറിച്ച് നീ എന്താ വിചാരിച്ചത് രേവതി? ഈ സച്ചി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. ഏതായാലും ഇപ്പം മോളൊന്നും അറിയണ്ട, ദയവ് ചെയ്ത് നീ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ, ആരും ഉപദ്രവിക്കാൻ വരില്ല എന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെയും പറഞ്ഞു വിട്ടു. ഏതായാലും സച്ചി വൻ ഹീറോ ആയി പോയിട്ടോ. നല്ല രസമാണ് കേട്ടോ നമ്മുടെ ആ ഒരു നാളത്തെ വിശേഷം കാണാൻ. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഇങ്ങനെ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വർഷയുടെ അച്ഛനെ കാണുകയാണ്. അപ്പൊ വർഷയുടെ അച്ഛനെ കാണുകയും വർഷയുടെ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. വർഷയുടെ അച്ഛൻ വേറൊരു കാര്യവുമല്ല പറയുന്നത്. വർഷയുടെ അച്ഛൻ ഇയാളെ കണ്ടതും നീ മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങിയതാണോ, എൻ്റെ മകളെ വലയിൽ വീഴ്ത്താനാണോ, നിന്റെ മകനെ കൊണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു പരസ്പരം ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിച്ചപ്പോൾ താൻ എന്താണോ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എൻ്റെ ഏത് മകന്റെ കാര്യമാണ് താൻ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, നിനക്കൊരു മകനുണ്ടല്ലോ ഹോട്ടലിലങ്ങാണ്ട് ജോലി ചെയ്യുന്നവൻ, അവനെ നീ പറഞ്ഞു വിട്ട് എൻ്റെ പെണ്ണിനെ മയക്കി എടുത്തേക്ക് അല്ലേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല, എൻ്റെ മക്കൾ അങ്ങനത്തെ ടൈപ്പ് അല്ല, എൻ്റെ മക്കൾ ആരെയും മയക്കി എടുക്കത്തുമില്ല, അതിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ ഇങ്ങോട്ട് വന്നു. വർഷയുടെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഇയാളോട് ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കേണ്ടത്, ഇയാളോട് നല്ലത് രണ്ടെണ്ണം പറയുക ചെയ്യേണ്ടത്, ഏട്ടൻ എന്തിനാ ഇയാളോട് ഇങ്ങനെ സംസാരിക്കുന്നത്? തൻ്റെ ഐഡിയ എന്താണെന്നൊക്കെ എനിക്കറിയാം, താൻ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ തന്നെ തനിയെ കൊണ്ട് ബോധിച്ചല്ലേ, ഞങ്ങളുടെ വീടും സ്ഥലവും പരിസരവും ഒക്കെ ബോധിച്ചിട്ട് ഇപ്പം എല്ലാ സ്വത്തും കൂടെ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ? ആ ഹോട്ടൽ ജീവനക്കാരനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണോ? അതെ, അതൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അയാളോട് പറഞ്ഞു, വർഷയുടെ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് മര്യാദിക്കാൻ, ഇനിയും ഞാൻ മര്യാദയ്ക്ക് തന്നെ സംസാരിക്കാം, പക്ഷേ ഈ സ്ത്രീയോട് ഇതുപോലെയുള്ള വാക്കുകൾ പ്രയോഗിക്കരുതെന്ന് പറയണം. കാരണം എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ പറഞ്ഞത്, അതെ നിങ്ങളൊക്കെ വല്ല ആളും മാറിപ്പോയതായിരിക്കും, ഈ നിൽക്കുന്ന ഇയാളുണ്ടല്ലോ എത്ര നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരു പാവം പെങ്കൊച്ചിന് അന്ന് ഇയാളുടെ മുമ്പിൽ വന്ന് ഒരു ആൾ ആത്മഹത്യ ചെയ്തില്ലേ, അതൊരു പാവപ്പെട്ട വീട്ടിലെ ആളായിരുന്നു. അവിടുത്തെ വീട്ടിലെ പെങ്കൊച്ചിന് സ്വന്തം മകന് വിവാഹം കഴിച്ചു കൊടുത്ത ആളാ. ഇയാൾക്ക് ഒരിക്കലും സ്വത്തിന്റെ പണത്തിന്റെ ഒന്നും കാര്യമില്ലാന്ന് പറഞ്ഞപ്പോൾ താൻ കൂടുതൽ സപ്പോർട്ടൊന്നും ചെയ്യണ്ട, ഏതായാലും തൻ്റെ മകനോട് പറഞ്ഞോണം എൻ്റെ മകളുടെ പുറകേന്ന് മാറിക്കോളാൻ എന്നും പറഞ്ഞ് അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് പോയി. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ വെറുതെ വിട്ടില്ല. രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ മകൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ മകനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം, അല്ലാതെ നിങ്ങൾ എൻ്റെ മകനെക്കുറിച്ച് കൂടുതൽ പറയണ്ട. എൻ്റെ മകന് നല്ലവനാണോ ചീത്തയാണോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ മകനോട് എനിക്കറിയാം എൻ്റെ മകനെ ചോദ്യം ചെയ്യാൻ, അല്ലാതെ നിങ്ങൾ കൂടുതൽ എൻ്റെ മകനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത്, അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞു. ദേഷ്യം വന്നിട്ട് വർഷയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങ് പോയിട്ടോ. ഏതായാലും രവീന്ദ്രൻ ഇങ്ങനെ വല്ലാത്ത നിപ്പ് നിൽക്കുകയാണ്. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞടാ, സത്യമാണോടാ, ഒന്ന് പോയി ചോദിച്ചു നോക്കടാ, നിന്റെ മകന് നീ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേറെ ആര് ചെയ്താലും ഞാൻ വിശ്വസിക്കും, ശ്രീകാന്ത് അങ്ങനെ ഒന്നും ചെയ്യാൻ വഴിയില്ലെന്ന് പറഞ്ഞു. ജോഗിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ രവീന്ദ്രൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഹോട്ടലിലേക്കല്ല റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുന്ന നമ്മുടെ ശ്രീകാന്തിനോട് കാര്യമൊക്കെ ചോദിക്കുകയാണ്. ശ്രീകാന്തിനോട് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് ആ പെണ്ണിനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളത് തന്നെ ആണോടാന്ന് ചോദിച്ചു. ആ പെണ്ണിനെ അറിയാൻ വേറൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പെണ്ണ് ഏതാണെന്ന് നിനക്കറിയാമോ? അതൊക്കെ എനിക്ക് കഴിഞ്ഞ ദിവസമാണെന്ന് അച്ഛാ എനിക്ക് മനസ്സിലായത്. അതേ പിന്നെ ഞാൻ ആ പെണ്ണുമായിട്ട് വലിയ കൂട്ടുകൂടാനും പോകാറില്ലെന്ന് പറഞ്ഞപ്പോൾ അതാ നല്ലത്, ഇനി ഒത്തിരി കൂട്ടിനും കാര്യങ്ങൾക്കൊന്നും പോകണ്ടായെന്ന് ഇങ്ങനെ പറയുക. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ രേവതിനെ കൊണ്ടുവരുന്നത് സച്ചി. അങ്ങനെ സച്ചി രേവതിനെയും കൊണ്ട് വീട്ടിലേക്ക് വരിക. അതിനു മുമ്പായിട്ട് തന്നെ രവീന്ദ്രൻ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും തിന്നാനും കുടിക്കാനും ഇല്ലെന്ന് ചോദിച്ചപ്പം ഇവിടെ എന്ത് തിന്നാനും കുടിക്കാനും ഉണ്ടാക്കാനാ, എനിക്കാണെങ്കിൽ വയ്യ, പണി ചെയ്തു മടുത്തു. അവളെ പറഞ്ഞു വിട്ടില്ലേ? ആര് പറഞ്ഞു വിട്ടു? ആരാ ചന്ദ്രയെ പറഞ്ഞു വിട്ടത്? അവളെ പറഞ്ഞു വിട്ടത് നീയല്ലേ, അല്ലാതെ ഞാനൊന്നും അല്ലല്ലോ. പാതിരാത്രി അവളുടെ അമ്മേനെ വിളിച്ച് 1 മണിക്ക് അവളെ വന്ന് കൊണ്ടുപോകണം, അവളെ ആടി മാസത്തിൽ 2 പേര് 2ആയിട്ടിരിക്കണം എന്നൊക്കെ നീയല്ലേ പറഞ്ഞ് ഉണ്ടാക്കിച്ചത്, നീയല്ലേ കൊണ്ടുപിടിപ്പിച്ചത്. അപ്പൊ പിന്നെ നീ അനുഭവിച്ചോളാൻ പറഞ്ഞു. ഞാൻ എന്താ അനുഭവിക്കാനേ, എനിക്ക് അനുഭവിക്കാനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങൾ വല്ലതും കഴിക്കണം എന്നുണ്ടെങ്കിൽ വല്ല ഹോട്ടലിലും പോയി രാവിലെ കഴിക്കുക, എനിക്ക് വയ്യ, എനിക്ക് വല്ലാത്ത തലവേദനയാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടല്ല സച്ചി അവൻ വിളിച്ചായിരുന്നോ, അവനെന്താ ഇതുവരെ വരാത്തത്? അവനിപ്പം വന്നിട്ട് എന്തിനാ പട്ടിണി കിടക്കാനോ? അവനെങ്കിലും രുചിക്ക് വല്ലതും പോയി കഴിക്കട്ടെ
എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് കയറി വന്നത് സച്ചി കയറി വന്നിട്ട് ഇവിടെ എന്താ ഒരു വർത്താനം എന്നൊക്കെ ചോദിച്ചു കയറി വന്നപ്പോൾ നീ വന്നോടാ, എന്താടാ നീ ഇന്നലെ രേവതിയുടെ അടുത്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഞാൻ രേവതിയുടെ അടുത്തായിരുന്നു. എൻ്റെ അച്ഛാ, ഒരു 1.5 മീൻകറി ആയിരുന്നു രേവതി ഉണ്ടാക്കിയത്. കഴിക്കണമായിരുന്നു, എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ. രാവിലെ ഞാനത് എടുത്തോണ്ട് വരാനും മറന്നുപോയി. സാരമില്ല, ഇനിയിപ്പോൾ നമ്മുടെ രേവതി ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അവൾ ഇവിടെ വെച്ച് മീൻകറി ഉണ്ടാക്കിയാന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, ആര് രേവതിയോ? കയറി വാ എന്ന് പറഞ്ഞു. ഏതായാലും രേവതി പുറകെ കയറി വന്നു. നമ്മുടെ ചന്ദ്ര അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. നാളെ നമ്മൾ 6:45 ആകുമ്പം, എന്നും കറക്റ്റ് 6:50, 6:45 6:50 ആകുമ്പം നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് എത്താറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, മറക്കാതെ കാണുക. അടിപൊളി വിശേഷം തന്നെയാണ്. നാളെ രാവിലെയും 6:45 ആകുമ്പം 6:50 ആകുമ്പോൾ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷവും, 7:30 ആകുമ്പോൾ ഗൗതമിൻ്റെയും നന്ദിയുടെയും വിശേഷവും, പിന്നെ ഒരു 9 മണി 9:15 കൂടി നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും വിശേഷവും, പിന്നെ ഒരു വിശേഷവും കൂടെ ഉണ്ട്, സേതുവിന്റെയും പല്ലവിയുടെയും വിശേഷം നമ്മുടെ പുതിയ ചാനലായ ചിൽ ചിന്നു 2.0 ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.